ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിക്കാൻ ഒന്നുമില്ലാതിരുന്ന അവസ്ഥ, പന്നികൾക്ക് തീറ്റയായി കൊടുക്കുന്ന തവിട് തിന്ന് വിശപ്പടക്കാൻ പോലും ആരും അനുവദിക്കാത്ത ഗതികേട്, ആ തകർച്ചയുടെയും ശൂന്യതയുടെയും അങ്ങേ തലയ്ക്കൽ വെച്ചാണ് അവന് തൻ്റെ അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർമ്മ വന്നത്. എത്രയോ സൗഭാഗ്യങ്ങളായിരുന്നു അവിടെ അവനെ കാത്തിരുന്നത്. ഒന്ന് കൽപ്പിച്ചാൽ ആഹാരം വിളമ്പിത്തരാൻ നിൽക്കുന്ന അനേകം ദാസന്മാരുള്ള തൻ്റെ പിതൃഭവനത്തെ അവൻ വേദനയോടെ സ്മരിച്ചു. സ്നേഹത്തിൻ്റെ ആ തണലിൽ നിന്നാണല്ലോ താൻ ഇറങ്ങിപ്പോന്നത് എന്ന കുറ്റബോധം അവനെ വല്ലാതെ വേട്ടയാടി. ഇനിയൊരു മടക്കം സാധ്യമാണോ എന്ന സന്ദേഹം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും അപ്പൻ്റെ ഹൃദയത്തെക്കുറിച്ച് അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവിടെ തന്നെ കാത്തിരിക്കുന്നത് ശിക്ഷയല്ല, മറിച്ച് ക്ഷമയായിരിക്കും എന്ന ബോധ്യമാണ് ആ മടക്കയാത്രയ്ക്ക് അവന് കരുത്ത് നൽകിയത്. അങ്ങനെ തകർന്ന ഹൃദയത്തോടെയും എന്നാൽ വലിയ പ്രത്യാശയോടെയും അവൻ തിരികെ നടന്നു. അവിടെ അവനെ കാത്തിരുന്നത് വിധിന്യായങ്ങളായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ആലിംഗനങ്ങളായിരുന്നു. നോമ്പ് എന്നത് കേവലം ചില നിയമങ്ങളിലേക്കോ വിലക്കുകളിലേക്കോ ഉള്ള മടങ്ങിപ്പോക്കല്ല. അത് സ്വന്തം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലൂടെ ദൈവത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. ലോകത്തിൻ്റെ ദൂരദേശങ്ങളിൽ അലഞ്ഞ് നാം പാഴാക്കിക്കളഞ്ഞ നമ്മുടെ ആത്മീയ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ കാലമാണ് നോമ്പ്. ഈ യാത്ര സുഗമമാക്കാനാണ് നാം ചില വർജനങ്ങൾ ശീലിക്കുന്നത്. നമ്മുടെ ഉപവാസവും പരിത്യാഗവും എല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് ആഹാരം ഉപേക്ഷിക്കുക എന്നതിലുപരി നമ്മുടെ അഹന്തയെ വെടിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എളിമയോടെ മടങ്ങുക എന്നതാണ്. അപ്പൻ്റെ വീട്ടിൽ ഒന്നിനും കുറവില്ലായിരുന്നു. എന്നിട്ടും ആ മകൻ പുറത്തുപോയത് സ്വാതന്ത്ര്യത്തിൻ്റെ തെറ്റായ ബോധം കൊണ്ടാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് സംഭവിച്ചത് ഇത് തന്നെയായിരുന്നു. ദൈവവുമായി മുഖാമുഖം സംസാരിക്കാനും അവിടുത്തെ സ്നേഹത്തണലിൽ ഭയമില്ലാതെ വസിക്കുവാനും കഴിഞ്ഞിരുന്ന ആ സുന്ദരമായ അവസ്ഥയിൽ നിന്നാണ് പാപം മനുഷ്യനെ അകറ്റിയത്. നോമ്പുകാലം ആ തെറ്റായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മോചിതനായി ദൈവത്തിൻ്റെ സംരക്ഷണയിലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങാനുള്ള സമയമാണ്. നാം എവിടെ വെച്ചാണ് ദൈവത്തെ മറന്നുപോയത്? എവിടെ വെച്ചാണ് നന്മയുടെ വഴിയിൽ നിന്ന് നാം തെന്നി മാറിയത്? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തേണ്ട കാലമാണിത്. അനാവശ്യമായ ആഗ്രഹങ്ങളെയും ദുർവാശികളെയും ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ലഘുവാകുന്നതും ദൈവത്തിലേക്ക് നടക്കാൻ പ്രാപ്തമാകുന്നത്. നോമ്പ് എന്നത് കേവലം ത്യാഗങ്ങളുടെ കാലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നടത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു മടക്കയാത്രയാണ്. നഷ്ടപ്പെട്ട ഏദൻ കണ്ടെത്താനുള്ള ആ മടക്കയാത്രയിലേക്ക് നമുക്കും പ്രവേശിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.